ശഅബാൻ മാസമാണ്, ലൈലത്തുൽ ബറാഅത്തിന്റെ രാവ്, ശഅബാൻ 15-ാം രാവ് കാത്തിരിക്കുന്ന സമയമാണ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിന്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അടിമകൾക്ക് ബറാഅത്തിന്റെ രാവിൽ അല്ല പുറത്തു കൊടുക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രാവാണ്. ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. ആ ബറാഅത്തിന്റെ രാവിൽ നിങ്ങൾ ധാരാളം നിസ്കരിച്ചോളൂ, നിങ്ങൾ ആ രാത്രി ഹയാത്താക്കിക്കോളൂ, പകല് നിങ്ങൾ നോമ്പ് നോറ്റോളൂ. അത്രയും വലിയ പവറുള്ള ബറാഅത്തിന്റെ രാവ്, ബറാഅത്തിന്റെ ദിവസം, ബറാഅത്തിന്റെ 15-ാം ശഅബാൻ 15-ാം ദിവസത്തിൻ്റെ നോമ്പ് നോൽക്കാൻ മറക്കരുത് കേട്ടോ. അത് അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസവും കൂടിയാണ്. എല്ലാ അറബി മാസം 13, 14, 15 തീയതികളിൽ അതാ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അപ്പൊ ശഅബാൻ 15 ബറാഅത്തിന്റെ ദിവസമാകലോടൊപ്പം അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ മറക്കരുത്. അതുകൊണ്ട് ഞാൻ നന്നാകണം, നിങ്ങൾ നന്നാകണം. നമുക്ക് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ കരഞ്ഞുകൊണ്ട് പിരിയണം. ചിരിച്ചു വന്ന നാം സദസ്സിൽ നിന്ന് പിരിയുമ്പോ കരഞ്ഞു പോകണം. എൻ്റെ കണ്ണിൽ നിന്നെറ്റുന്ന ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് എൻ്റെ പാപങ്ങൾ അല്ല മായിച്ചു കളയണം. എൻ്റെ കൽബിലുള്ള തേങ്ങിക്കരച്ചിൽ കാരണം സൃഷ്ടാവായ റബ്ബ് ഞാൻ ചെയ്ത ഹറാമുകൾ മുഴുവനും അല്ല എനിക്ക് പുറത്തു തരണം. എൻ്റെ കറുത്തിരുണ്ടുപോയ എൻ്റെ മനസ്സ് അല്ലയൊന്ന് പ്രകാശിപ്പിക്കണോ. അതിനല്ലേ മുഹിമ്മാത്തുള്ളത്, അതിനല്ലേ മുഹിമ്മാത്തിന്റെ ക്യാമ്പസ് ഉള്ളത്, അതിനല്ലേ തങ്ങൾ പാപ്പയുടെ ഉറൂസ് ഉള്ളത്, അതിനല്ലേ നമ്മുടെ അതിൻ്റെ സദസ്സുകളുള്ളത്. ഏത് സമയത്തും ഖൽബിൽ അല്ലാഹനെ കുറിച്ചുള്ള പേടി വേണം. ഫത്തഖുന്നാർ സൂറത്തു തഗാബുൻ ഫുള്ളായിട്ട് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അവസാനത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പുഞ്ചാബി സുന്നി സെന്ററിന്റെ അതിൻ്റെ സദസ്സിലേക്ക് നീട്ടിവെക്കുകയാണ്. ഇവിടെ ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. ഫത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ പേടിക്കേണ്ടതാണ് കേട്ടോ. നാറുക്കും ഹാദാ, അതേ നാറും മിൻ സബഈന ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിന്റെ തീയിൽ നിന്നുള്ള 70ഓളം വരുന്ന തീയുടെ അംശങ്ങളിൽപ്പെട്ട ഒരു ചെറിയ അംശമാണ് ദുനിയാവിലെ നിങ്ങളെ തീയ് കേട്ടോ. എന്നാൽ നരകത്തിന്റെ തീയോ ഭയാനകരമാണ്. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കുന്നതോ ജനങ്ങളെയാണ്, കല്ലുകളെയാണ്. കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഒരു നേരത്തെ നിസ്കാരം മുടങ്ങിപ്പോകരുത്. സമയത്തെ തൊട്ട് ഒരു നേരത്തെ നിസ്കാരവും പിന്തിപ്പിക്കരുത്. ഈ നാവ് കൊണ്ട് ഉമ്മാനെ തെറി പറയരുത്, ബാപ്പാനെ തെറി പറയരുത്, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് നോക്കിയിട്ട് നിസ്സാരപ്പെടുത്തരുത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയം 2ാം സ്ഥാനത്താണ്, അതേ ദീനാണ് 1ാം സ്ഥാനം. ആ ദീന് അല്ല എനിക്കും നിങ്ങൾക്കും തെരഞ്ഞെടുത്ത് തന്നത് സൃഷ്ടാവായ റബ്ബാൻ. ഹുവ ജതബാകും ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. ആ റബ്ബല്ലേ നിങ്ങളെ തെരഞ്ഞെടുത്തത്, ആ റബ്ബല്ലേ എനിക്കും നിങ്ങൾക്കും മുസ്ലിമീങ്ങളെന്ന് നാമകരണം ചെയ്തത്. അധികാരന്മാർക്കും വന്നേക്കാം. ഇന്നത്തെ വാലിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ലഹുൽ മുൽക്കു, ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവരുടെ ഭരണത്തിന് നിലനിൽപ്പില്ല.
അടുത്ത എലക്ഷന് വരെ മാത്രമാണ് ഭരണം. അടുത്ത എലക്ഷനോടുകൂടെ ഭരണം ചിലപ്പോൾ മാറിയേക്കാം. അതേ സമയത്ത് യജമാനനായ റബ്ബിന്റെ അധികാരമോ ആ റബ്ബിന്റെ ഭരണമോ ലഹുൽ മുൽക്കു. പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഐ അദ്ദാഇമുല്ലദീ ലാ യസൂൽ, നീങ്ങാത്ത അധികാരമില്ലേ, കാലാകാലം നിലനിൽക്കുന്ന അധികാരം യജമാനനായ റബ്ബിന് മാത്രമാണ്. ആ റബ്ബിന്റെ നരകം, ആ നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യരെയാണ്, കല്ലുകളെയാണ്. ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഞാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദാഹം അനുഭവപ്പെട്ടു. ഫഅലിമഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ദാഹമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞുപോയി. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞാൻ നിങ്ങളെ കൽബാകമെന്നോവർ കൺകൊണ്ട് കാണാത്തതു കൽബാകത്തുള്ളതു കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. ശൈഖ് ജീലാനി തങ്ങൾക്ക് ആ പവർ കിട്ടാൻ കാരണം ഹബീബായ തങ്ങളുടെ ബറക്കത്തല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കഴിവില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? അറിഞ്ഞുപോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഉടനെ എന്നോട് പറഞ്ഞു, ജഅഫർ തയ്യാർ തങ്ങൾ പറയാണ്, ഇമാം ഇസ്മായിലുൽ ഹിക്കൽ ബറൂസമി തങ്ങൾ റൂഹുൽ ബയാനിൽ അതേ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറ എന്ന ആയത്തിന്റെ തഫ്സീരിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ തയ്യാർ തങ്ങളോട് പറഞ്ഞു, ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ടോ വബല്ലിഗി സലാമ അന്നി, എന്റെ ഒരു സലാം ആ പർവ്വതത്തിന് എത്തിക്കണോ. എന്നിട്ട് ആ പർവ്വതത്തോട് നിങ്ങൾക്ക് വെള്ളം തരാൻ, കുടിക്കാൻ വെള്ളം തരാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് ആ പർവ്വതത്തോട് പോയി പറയണേ. ജഅഫർ തയ്യാർ തങ്ങൾ പറഞ്ഞു, ഞാനതാ ആ പർവ്വതത്തിന്റെ മുകളിൽ ചെന്നു. ആ പർവ്വതത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ച സലാം ഞാൻ അതാ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. സലാം പറഞ്ഞു, അൽ ജബലു യൻതിഖു ബിനുത്ഖിൻ ഫസീഹ്, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ പർവ്വതം സംസാരിക്കാൻ തുടങ്ങി. ഹബീബായ തങ്ങൾ ഏൽപ്പിച്ച സലാമിന് ആ പർവ്വതം മറുപടി തന്നു. ഞാൻ അവിടെ പോയ എൻ്റെ കാര്യം നടന്നു. എന്നിട്ട് ആ പർവ്വതത്തിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോ ആ പർവ്വതം എന്നോട് പറഞ്ഞു, ഇതാ എൻ്റെ ഒരു സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് ഏൽപ്പിക്കുമോ? ചെറുപ്പക്കാരാ, സലാം പറയുന്ന കൂട്ടത്തിൽ ലോകത്ത് ഏറ്റവും ആവേശം പകർന്നു തരുന്ന സലാം മദീനയിൽ ഒന്ന് പോകണം. ആ മദീനയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ ഒന്ന് നിൽക്കണം. എന്നിട്ട് അവിടുന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ടൊരു സലാം പറയണം. സുബ്ഹാനല്ലാഹ്, മദീനത്തെ ഹറമിൽ നിൽക്കുമ്പോ മദീനത്തെ പള്ളിയിലെ മയ്യത്ത് നിസ്കാരം നടന്നു. ആ മയ്യത്തിനെ ചുമന്നുകൊണ്ടുപോകുന്നു, ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകുന്നു. ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള മയ്യത്ത്
മദീനയിൽ മരിക്കണ മയ്യത്തല്ലേ. ഹബീബായ തങ്ങളുടെ ചാരത്ത് ജനാസ നിസ്കാരം നടക്കുന്ന മയ്യത്തല്ലേ. എന്നിട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന വിധത്തിൽ ജന്നത്തുൽ ബഖീൽ മറപ്പെട്ട് കിടക്കുന്ന മയ്യത്തല്ലേ. യേ കാശ് മദീനെ മേ മുझे मौत यूं आए कदमों में तेरे सर हो मेरी रूह चली हो. ആശിഖീങ്ങൾ കൊതിച്ചുപോയി, ആശിഖീങ്ങൾ ആഗ്രഹിച്ചുപോയി, എനിക്ക് മദീനയിൽ മരിക്കണം. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അനുഗ്രഹീതമായ കാലിന്റെ ചുവട്ടില് എനിക്ക് തല വെച്ചുകൊണ്ട് മരിക്കണോ. ലോകത്ത് ഇതിനേക്കാൾ വലിയ ഭാഗ്യമുള്ള മരണം വേറെയുണ്ടോ? ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും സംസാരം ഏത് സമയത്തും മദീനയെ കുറിച്ചായിരിക്കണം. വന്യരായ തങ്ങളുപ്പാപ്പയുടെ ഉറൂസിന്റെ സദസ്സിൽ വന്ന് എന്റെ വഅദ് കേൾക്കുന്ന എന്റെ അനുജത്തിമാരെ, കൗമാരപ്രായമുള്ള പെൺകുട്ടികളെ, കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനെ കൽബിൽ കൊണ്ട് നടന്ന് വഴിവിട്ട പ്രണയം സ്ഥാപിച്ച് കിട്ടിയവന്റെ കണ്ടുകിട്ടിയവന്റെ കൂടെ പോയി ഒളിച്ചോടുന്ന പെൺകുട്ടികളായി അതപ്പതിച്ചു പോകല്ലേ പെങ്ങളെ. നിന്റെ ആലോചന എപ്പോഴും റാത്തേം ബി മദീനെ കീ ബാത്തേം ബി മദീനെ കീ. ഏത് സമയത്തും നമ്മുടെ ചർച്ച പകലിലായാലും രാത്രികളിലായാലും മദീനയെക്കുറിച്ചുള്ള ചർച്ചയാകണം. എന്റെ ചിത്രം മദീനയെക്കുറിച്ചുള്ള ചിത്രമായിരിക്കണം. എന്റെ സംസാരം മദീനയെക്കുറിച്ചുള്ളതായിരിക്കണം. എന്റെ ആലോചന മദീനയെക്കുറിച്ചുള്ളതായിരിക്കണം. കാരണം മദീനയിൽ വിശ്രമിക്കുന്ന നേതാവോ ഈ വഅദ് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ നൃത്തം കാണുന്നുണ്ട്, നിങ്ങളുടെ ഇരുത്തം കാണുന്നുണ്ട്. तो जिंदा है वल्लाह, तो जिंदा है वल्लाह मेरे चश्मे आलम से छुप जाने वाले. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആശിഖീങ്ങൾ എന്താണ് പറഞ്ഞത് കൂട്ടുകാരെ? तो जिंदा है वल्लाह, तो जिंदा है वल्लाह. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്ന വിധത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിന് മുടക്കം വരുത്തുന്നൊരു മരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. മദീനയിൽ പോകണം, ഹറമിൽ നിൽക്കണം, പച്ചക്കുബ്ബയൊന്ന് കാണണം, ആ മദീനത്തെ പള്ളിയിലൊന്ന് കയറണം, അവിടുന്ന് ധാരാളം നിസ്കരിക്കണം. മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ആ റൗളയിൽ കുറെ നേരം സ്വലാത്ത് ചൊല്ലണം, ഖുർആൻ ഓതണം, കഴിവിന്റെ പരമാവധി നിസ്കരിക്കണം. മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് മദീനത്തെ ബാങ്ക് വിളി കേൾക്കണം. സുനനെ കി ജോ ത്വാഖത്ത് മുझे ബഖ്ശി ഹേ യാ റബ്ബ് ഫിർ മസ്ജിദേ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം കി അദാനെ ബി സുനാ ദേ. പെങ്ങളെ, നിന്റെ ഈ ശ്രവണങ്ങളെ കൊണ്ട്
അന്യ ചൊറുക്കന്റെ സംസാരമല്ല കേൾക്കേണ്ടത്. കല്യാണം ഉറപ്പിച്ചു വെച്ചു, നിക്കാഹ് നടന്നില്ല. ഈ പുതിയ ആപ്പിളയും പുതിയ പെണ്ണും ഫോണിൽ തമ്മിൽ സംസാരമാണ്, വ്യഭിചാരമാണ്. മദീനയുടെ നേതാവിന്റെ കൽബിൽ സങ്കടം തോന്നിപ്പോയി. ചെറുപ്പക്കാരാ, മദീനത്തെ നേതാവിന്റെ കൽബിൽ സങ്കടം തോന്നിപ്പോയി. പെങ്ങളെ, ഈ കാതുകൊണ്ട് മ്യൂസിക്കിന്റെ ഹറാമ് പാട്ട് കേട്ട് കാത് കേട് വരുത്തരുത്. ഈ ശ്രവണങ്ങളെ കൊണ്ട് മദീനയിൽ നിന്ന് മദീനത്തെ വാങ്കുവിളി കേൾക്കണം. അതിനു വേണ്ടിയാകണം എന്റെ കാതുകൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിർത്തട്ടെ ഈ പർവ്വതം. ജഅഫർ തയ്യാർ തങ്ങളോട് പറഞ്ഞില്ലേ, ജഅഫർ തങ്ങളെ, എന്റെ സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് സമർപ്പിക്കണം. എന്നിട്ടോ എന്റെ നേതാവിനോട് എന്റെ ഒരു സങ്കടം പറയണോ. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി. മദീനയിലേക്ക് എല്ലാവരും ഒന്നിച്ചൊരു സ്വലാത്ത് ചൊല്ലാം. മൗലായ സ്വല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖാഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജീമി. മൗലായ സ്വല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്റെ ഒരു സങ്കടം പറയണം. ഫത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽ ഹിജാറ. ഖുർആനിലെ ഈ ആയത്ത് അവതീർണമായത് മുതൽ, ഈ ആയത്ത് ഞാൻ കേട്ടത് മുതൽ ഞാനതാ കരയുകയാണ്. ഈ പർവ്വതം ജഅഫർ തയ്യാർ തങ്ങളോട് പറഞ്ഞു, ഞാനതാ കരയുകയാണ്. എന്റെ അതാ എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്തേ കാരണം? നരകത്തിൽ കത്തിക്കുന്നത് വൽ ഹിജാറ, കല്ലുകളെയാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ ആ പറയപ്പെട്ട കല്ലുകളിൽ പെട്ടുപോകുമോ എന്ന് ഓർത്ത് എനിക്ക് വല്ലാതെ സങ്കടമാണ്, കരയുന്നു. പർവ്വതത്തിന് കരയാൻ തോന്നിപ്പോയി. കല്ലുകളെ കുറിച്ച് പറഞ്ഞത് രണ്ടാമതായിട്ടല്ലേ ചെറുപ്പക്കാരെ? ഒന്നാമതായി പറഞ്ഞത് ഞങ്ങളെ വിഭാഗത്തെയല്ലേ? അന്നാസ്, ജനങ്ങളെ നരകത്തിൽ കത്തിക്കൂന്നല്ലേ പറഞ്ഞത്. പക്ഷേ അത് ഓർത്ത് ആ ജനങ്ങൾ എന്ന് നടത്തിയ പദപ്രയോഗത്തിൽ സാധുവായ ഞാൻ പെട്ടിട്ടുണ്ടോ? ഞാൻ പെട്ടുപോയാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് കരയുന്നവരുണ്ടോ? അതുകൊണ്ട് കരയണം, കൽബ് പടയണം, കണ്ണ് നനയണം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർക്കണം, മറക്കരുത്. ചെയ്ത നല്ലത് മറക്കണം, എന്നാലേ കുറെ ചെയ്യാൻ തോന്നും. എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് മതിയായിട്ടില്ല. കാരണം എൻ്റെ യാത്ര അത്രക്കും ദീർഘമായ യാത്രയാണ്. അതുകൊണ്ട് വിഭവങ്ങൾ മതിയായിട്ടില്ല എന്ന് ഓർത്തു കുറെ നല്ലത് ചെയ്ത് ജീവിതത്തിൽ വന്ന തെറ്റുകളൊന്നും മറന്നു പോകരുത്. ആ തെറ്റുകളെല്ലാം ഓർമ്മ വെച്ച് യജമാനനായ റബ്ബിലേക്ക് കൽബ് തിരിച്ച് അല്ലാതെ എനിക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് ഉറപ്പാകണത് വരെ കരച്ചിൽ നിർത്താനായിട്ടില്ല.
അത് ഉറപ്പാകണത് ദുനിയാവിലല്ല, ആഖിറത്തിലാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളും അതിന് പറ്റിയ ദിവസമാണ്, ഓരോ രാപ്പകലും അതിന് പറ്റിയതാണ്. ആ സമയങ്ങൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നതിന് പകരം അതെല്ലാം നല്ലവണ്ണം ഉപയോഗപ്പെടുത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സ് കാരണം നീ ഞങ്ങളെല്ലാവരെയും മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. വസാലിഹുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പദപ്രയോഗം നടത്തിയ മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നീ ഞങ്ങളെല്ലാം പെടുത്തണം റഹ്മാനെ. അതിന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അസ്സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ ഈ അനുഗ്രഹീതമായ ദർബാർ അതിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്.